ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2024-25 വർഷങ്ങളായിട്ട് നടത്തിയ ഹിന്ദിയുടെ പേപ്പറാണ്. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ. ഇതിനകത്ത് 90 മിനിറ്റാണ്, 40 മാർക്കാണ് ഉള്ളത്. ടാക്കൂർ കാ കവിയിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത്. കഹാനി കിസ് സമസ്യ പർ ആധാരിത് ഹെ. ഏത് പ്രോബ്ലത്തെക്കുറിച്ചാണ് പറയുന്നത്? ടാക്കൂർ കാ കവിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്താണ്? ജാതിഗത സമസ്യ पर. അടുത്തത്, ഇസ് വാക്യ സേ വിശേഷൺ ശബ്ദ ചുൻകർ ലിഖോ. കുപ്പി കി ദുധലി റോഷ്നി കുയേ പർ ആ രഹി ഹെ. എന്താണ് കിണറിലേക്ക് വന്നത്? റോഷ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രകാശം, ലൈറ്റ് കിണറിലേക്ക് വന്നു. എന്ത് ലൈറ്റ്? ദുധലി റോഷ്നി. കുപ്പിക്ക് ദുധലി, മണ്ണെണ്ണ വിളക്ക് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എന്ത് വരുന്നത്? വിശേഷൻ ശബ്ദമായിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്താണ് ഇവിടെ വരി എന്താ പറയുന്നത്? മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം എവിടേക്ക് വന്നു? കിണറിലേക്ക്. കുയേപ്പർ ആ രഹി ധി. സോ ഈ ഒരു വരി തന്നെ നിങ്ങൾക്ക് പിടികെട്ടി കാണും. അടുത്തതിലേക്ക് പോകാം. ജാതിപ്രഥ ഏക്ക് അഭിശാപഹെ. അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ, അത് സന്ദേശത്തിൻ്റെ ഒരു പോസ്റ്റർ റെഡിയാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്നാണ് ചോദ്യം. ചിപ്പാലിയോം ക്യോം ഗശ്ത് ലഗാ രഹി ഹെ. ചിപ്പാലിയോം അതായത് പല്ലി എന്തുകൊണ്ടാണ് എന്താണ് തിരയുന്നത്? അടുത്തത്, കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ബസന്ത് മേരി ഗാവ്ക എന്ന ലേഖനത്തിൽ നിന്നാണ് അടുത്തത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബച്ചയ്ക്ക് ടോലിയോം കബ് സെ ഗർ ഭർ മേം ധൂംതി ലഗ്തി ഹെ. എപ്പോഴാണ് കുട്ടികൾ ടോലിയോം എടുത്ത് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഗാവ് തോറും എപ്പോഴാണ് പോകുന്നത്? സുബഹാണ്, അറിയാലോ അല്ലേ? അടുത്തത്, ബച്ചേ ഫൂലോം കോ കൈസ ത്യാസ രഹത്തി ഹേ. നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് വാടി പോകാതെ വെക്കുന്നതെന്ന്. അത് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ, നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. ടോക്കരിയോം ഖോ രാത് ഭർ പാനി സെ ഭരി. ഇങ്ങനെ വെള്ളം നിറച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടെന്ന് പറയുന്ന ആ ഒരു വരി ഉണ്ടല്ലോ, അത് മൊത്തം എഴുതിയാൽ തന്നെ ആൻസറായി. അടുത്തത്, വാക്യപിരമിഡ് എഴുതാനാണ്. ബച്ചെ മാനത്തെ ഹേ, കുട്ടികൾ ആഘോഷിക്കുന്നു. ബച്ചെ ത്യോഹാർ മാനത്തെ ഹേ, കുട്ടികൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. ബച്ചെ ഫൂൽദേവി കാ ത്യോഹാർ മാനത്തെ ഹേ, കുട്ടികൾ ഫൂൽദേവീൻ്റെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. ഇനി ഉത്തരാഖണ്ഡ് കെ ബച്ചെ, ഉത്തരാഖണ്ഡിലെ കുട്ടികൾ ഫൂൽദേവി കാ ത്യോഹാർ, ഫൂൽദേവി ഫെസ്റ്റിവൽ മാനത്തെ ഹേ ആഘോഷിക്കുന്നു. അടുത്തത്, മാച്ച് ദ ഫോളോയിങ് ആണ്. അതിനകത്തറിയാം, ബച്ചെ ഫൂൾ ചുൻതേ ഹേ. ബഡേ ലോഗ് എന്ത് ചെയ്യും? ഇനി ഔജി എന്ത് ചെയ്യും? പശുചാരക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ചൗദി ഗീത് പാടുന്നുണ്ട്. ആര്? ബഡേ ലോഗ് പാടുന്നുണ്ട്. ഔസി എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം. ഔഷധി ബേച്തേ ഹേ. ആര്? പശുചാരക്. ഇനി ബാക്കി വരുന്ന ഔജി എന്താണ്? ബച്ചയ്ക്ക് സഹാൽ ദേത്തേ ഹേ. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത, ഫൂൽദഹി ത്യോഹാർ കെ ബാരേമേ ലഘുലേഖ എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പോയിന്റ് തന്നിട്ടുണ്ട്, അത് വെച്ച് എഴുതാവുന്നതാണ്. ബീർബുഹൂട്ടി എന്ന ഭാഗം തന്നിട്ടുണ്ട്. അതിനകത്ത് ശാംദ മഹസൂസ് കർത്ത പ്രയോക മത്ലബ് ക്യാ ഹേ. എന്താണ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബോലക മൻ മേം രഖ്നെ ഹോ രഹേ ഹേ. ബേലയുടെ മനസ്സിൽ എന്തായി? മുറിവേറ്റു. അടുത്തത്, സബ്സെ ബഡേ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സബ്സെ ബഡേ ഷോമാൻ ജീവനി കെ ലേഖക് കോൻ ഹായ്. ഈ ഒരു ജീവനിയുടെ ലേഖകൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതിൻ്റെയാണ്? ജീവനിക്ക് ലേഖകാണേ, മറക്കരുത്. ഇനി ഗ്രാമർ പോർഷനാണ്. മാം ദേഖ്തി ഹേ, അമ്മ നോക്കി. മാം ദേഖ്നെ ലഗി. അടുത്തത്, ബച്ചെ ലിഖ്തേ ഹേ. ബച്ചെ ദേഖ്തേ ലഗി. ലഗി അല്ല, ലഗേ. അടുത്തത്, ഇസ് പ്രകാർ കാ ചാർലി കി മാം ഓർ മാനേജർ കെ ബീച്ച് കി വാർത്താലാപ് എഴുതാനാണ്. അടുത്തത്, ഡയലോഗ് എഴുതാനാണ്. ഇനി അയാം കലാം എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലൂസി മാഡം കോൺ ഹേ ഉസ് വഹ് ബച്ച കോ ക്യാ വ്യാധ രഹത്തി ദേത്തി ഹേ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ലൂസി മാം ആരാണ്?
കലാമിന് എന്ത് വാക്കാണ് കൊടുത്തിരിക്കുന്നത്? 2 ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾ എഴുതണം കേട്ടോ. അയാം കലാം എന്നതിൽ നിന്ന് 4 സഹി പ്രസ്താവന സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈസിയാണ്, പാഠം പഠിച്ചവർക്ക് എഴുതാൻ പറ്റും. ഇനി ചോട്ടുവിൻ്റെ ഒരു കത്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഠാക്കൂർ ക കുവ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇൻമേയും. അതിനകത്ത് സർവനാമം എന്താണ്? ഇയ ഉവ. ഈ വരുമ്പോൾ യാ വരണം. അപ്പോൾ യാ. നാ വരുമ്പോൾ എന്തിനും ഒരു മുകളിലൊരു വര വരച്ചാൽ മതി. അപ്പോൾ എ ആണ് സർവനാമം. ഇനി കഹാനി കെ ഇസ് പ്രകാർ കാ പട്കഥ ക ഏക് ദൃശ്യ ലിഖോ. പട്കഥയുടെ ഒരു ചിത്രം കാണിച്ചു തരാനായിട്ട് ചോദിക്കുന്നുണ്ട്. കാണിച്ചു തരാനല്ല, ചെയ്യാനായിട്ടാട്ടോ ചോദിച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ക്രിസ്മസ് എക്സാം 2025 മുഴുവനായിട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പഠിക്കാനായിട്ട് ആവശ്യപ്പെടുക. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സോ നമുക്ക് പിന്നീട് കാണാം.